വെൽക്കം ബാക്ക്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി നവദിനം രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് ആഘോഷമാണ്. അതിന്റെ പ്രൊഡ്യൂസറും അതിനകത്ത് പ്രധാന ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്ന നമ്മുടെ അഷ്റഫ് മിലാക്കലുണ്ട്, നമ്മുടെ രാജേട്ടനും ഉണ്ട്. ഈ പടം ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് രാജേട്ടൻ അഭിനയിച്ചിട്ടുണ്ടോ പടത്തിൽ? രാജന്റെ റോള് കൊടുത്തില്ലേ ആൾക്കാർക്ക്? രാജൻ എന്ന് പറയുമ്പോ ഉണ്ടല്ലോ ഇവിടെ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു രാജൻ. പക്ഷെ ഈ രാജനെ ഒരു സംഭവം രാജൻ വർക്കല എന്ന് പറഞ്ഞു. അപ്പൊ കുറെ ദിവസമൊക്കെ പറഞ്ഞു വർക്കില്ലെങ്കിൽ ഞങ്ങളൊരു വർക്ക് തരാം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ വേറൊരു സംഭവം വന്നു പുതിയതായിട്ട്, രാജൻ വർക്കല. അയ്യോ സിമിന്റ് കൂട്ടുവാണോ അതേ കൊണ്ട് ചോന്നുകൊണ്ടേ അങ്ങനെയൊക്കെ വരുന്നു. പക്ഷെ എന്താണേലും രാജൻ വർക്കല ഡിസ്ട്രിബ്യൂഷൻ സൈഡില് ദുബായിൽ ഭയങ്കര സംഭവമല്ലേ. പിന്നെ നമ്മളിവിടെ വന്ന കാലം തൊട്ട് ദുബായ് ഓർമ്മ വെച്ച കാലം തൊട്ട് പുള്ളിയാണ് ഡിസ്ട്രിബ്യൂഷൻ. അതെ അതെ, നല്ല വയസ്സുകൊണ്ടൊക്കെ അതിവിടെ കളർ ചെയ്ത് വെച്ചേക്കാൻ. അതിനാണ് ആദ്യം തന്നെ പുള്ളിയോട് ഒരു ചെറിയ സാധനം പറഞ്ഞോട്ടെ. ദിലീപേട്ടനുമായിട്ട് ദിലീപേട്ടൻ ഒരു സിനിമയിലെ ലൊക്കേഷനിൽ അമ്മേനെ കൊണ്ടുവന്നു. അപ്പൊ പുള്ളിയോടെ ദിലീപേട്ടന്റെ അവിടുന്ന് അതായത് ഞങ്ങളിവിടെ ഡിസ്ട്രിബ്യൂഷനാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പുള്ളിനെ അമ്മക്ക് ചില കണ്ണിന് അല്ല അത്രയും പ്രായമില്ല കാഴ്ചയുടെ ഇതുണ്ട്. അപ്പം ചേട്ടൻ അമ്മേ അമ്മേ ഇതെൻ്റെ ഫ്രണ്ടാണ്, വർക്കിലെ വീട്, അപ്പോൾ ഈ ദുബായിലുള്ള പടമെല്ലാം ഡിസ്ട്രിബ്യൂട്ടൊക്കെ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറയുമ്പോഴത്തേക്കും അമ്മ എഴുന്നേറ്റിട്ട് മോളുടെ പേരൻ ഫേസ്ബുക്ക് ലൈവിൽ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് രാജ്യത്തെ പൊടി അങ്ങനെ. അതാ സത്യം പറഞ്ഞ അതാണ് നമുക്ക് പെണ്ണുങ്ങൾക്ക് പോലും ഇങ്ങനെ വളരില്ല. രാജൻ ഇപ്പൊ മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, ഞാൻ ഒരിക്കലും അപ്പോ അഷ്റഫിക്കെ കൂടി ഒന്ന് പരിചയപ്പെടുത്താം. അഷ്റഫിക്ക അപ്പൊ അങ്ങനെ വീണ്ടും അല്ലെ മറ്റൊരു സിനിമയുമായിട്ട് വന്നിരിക്കുകയാണ്. ഈ സിനിമയുടെ പേരിട്ടേക്കുന്നത് കുട്ടന്റെ ഷിനിഗാമി എന്നാണ്. ഷിനിഗാമി എന്താണ്? എന്താ അത് പറഞ്ഞായിരിക്കാം ആദ്യമേ തൊട്ട് ഒഫീഷ്യലായിട്ട് പുള്ളി പറയും. പടത്തിനെ പറ്റി പറയും. പടം റഷീദ് പാർക്കർ ഡയറക്ടർ, പുള്ളിയാണ് കഥയും തിരക്കഥയും സോങ്ങും പുള്ളിയാണ് ചിത്രം. പോസ്റ്റർ ഒട്ടിക്കാൻ കൊടുത്തിട്ടില്ല, കേട്ടോണ്ടിരിക്കുകയാണല്ലേ. ഷിഹാബ് അങ്ങനെ ഒരു ക്യാമറ, പിന്നെ അർജുൻ വി അക്ഷയ് മ്യൂസിക് ചെയ്തിട്ട് സിയാന്, അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങള്. പിന്നെ കോമഡിയാണ്, ടൈറ്റിൽ തന്നെ കോമഡി ഉണ്ടല്ലോ. ഇവര് രണ്ടുപേരും ആണല്ലോ, പിന്നെ പറയണ്ടല്ലോ. ചേട്ടും ജാഫർക്കും കൂടി നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ ആ ഒരു പാറ്റേണിലുള്ള ആർട്ടിസ്റ്റുകളാണ് ഓൾമോസ്റ്റ് അതിനകത്തുള്ളത്. പിന്നെ സെന്റി ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, എല്ലാം. അതായത് ഒരു ഓണസദ്യ കഴിഞ്ഞിട്ട് പായസം കുടിക്കുന്നത് പോലെ ഒരു പായസം മാറ്റി വെച്ചു. ഈ ആഴ്ച എല്ലാവർക്കും കേരളത്തിലും ഇവിടെയും ഒരേ സമയത്താണ്. മാത്രമല്ല എനിക്ക് ഒരു വേർഡ് മിസ് ചെയ്തു പോയി പറഞ്ഞ വാക്കുകളില്. ട്രെയിലറിൽ കാണുമ്പോൾ ഒരു ഫാന്റസി വീഡിയോ കിടക്കുന്നുണ്ടല്ലേ. ഓ അത് ശരി. അപ്പൊ ഷിനിഗാമി എന്താണ്? ഞാൻ പറയട്ടെ, ഷിനിഗാമി എന്ന് പറയുമ്പോ ഒരിക്കലും അതൊന്നും ആയിരിക്കില്ല അല്ലേ. ഷാരൂഖ് ഖാന്റെ ഗുലാന, ഷാരൂഖ് ഖാന്റെ എന്താ എന്തൊരു ഇതുണ്ടല്ലോ, ഷാരൂഖ് ഖാന്റെ ഒരു സിനിമ ഇറങ്ങിയില്ലേ, ഷാരൂഖ് ഖാന്റെ എന്തോ ഒരു വലിയ ലഗാൻ, അമീർ ഖാൻ. അപ്പൊ ഞങ്ങള് മിമിക്രി കളിക്കുമ്പോ ചെയ്യും, അമീർ ഖാന്റെ ലഗാൻ കണ്ടായിരുന്നു? ഇല്ല. അങ്ങനെ വേറെ സംഭവം പറഞ്ഞു. അതുപോലെ ഈ ഒരു സംഭവം ഇപ്പൊ ഇച്ചിരി സീരിയസ് ആയിട്ട് പറയാം. കാരണം വെച്ചാല് ഞങ്ങൾ ഈ കുട്ടന്റെ ഷിനിഗാമി എന്ന് പറഞ്ഞ കുട്ടൻ എന്ന് പറയുന്ന ആള് ഞാനാ. അപ്പൊ കുട്ടൻ ഷിനിഗാമി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഷിനിഗാമിനെ കുറിച്ച് ഞങ്ങളുടെ പടത്തിനൊരു പേരുണ്ട്. ആ പേരില് അത് പറയുമ്പം നമ്മുടെ മലയാളി ഇരിച്ചു പറയുമ്പോഴത്തേന് കുറച്ച് നമുക്ക് ഒരു വല്ലാതെ അപ്പൊ മലയാളത്തിലിട്ടാൽ അപ്പൊ ഒരു കുറച്ച് ഇതാവും, ദൈവമേ അയ്യോ എന്നാവും. അപ്പൊ അങ്ങനെ വന്നിട്ട് നമ്മൾ കുറെ രാജ്യത്തിന്റെ ഭാഷേനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ജാപ്പനീസ് ഭാഷയില് ഷിനിഗാമി കാലൻ എന്നർത്ഥം. കാലൻ, കുട്ടന്റെ ഷിനിഗാമി, കുട്ടന്റെ കാലൻ. അതാണ് സംഭവം, അടിച്ചറിയാം. അപ്പൊ അങ്ങനെ ഇത് എല്ലാവരും കൂടി ആലോചിച്ച് പറക്കുകയും എല്ലാം ചെയ്തിട്ട് അതിട്ടു. അപ്പൊ വേറെ രാജ്യത്തെ കുറെ ഭാഷകളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയപ്പോഴത്തേനും നമുക്ക് വേറെ ഒക്കെ പോയി, നീണ്ടൊക്കെ പോയി. അപ്പൊ ഞങ്ങള് നോക്കിയപ്പോൾ ഷിനിഗാമി, കുട്ടന്റെ ഷിനിഗാമി. ഇന്ദ്രൻ ചേട്ടൻ
ഇന്ദ്രൻചേട്ടനാണ് ഷിനിഗാമി. ആ കുട്ടന്റെ കാലിനായിട്ട് വന്നിരിക്കുന്നത് ഇന്ദ്രൻചേട്ടനാണ്. കോട്ട് സൂട്ട് കേസ് ഒക്കെ ഇട്ട കാലിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതായത് പോളിഷ് ഷൂ. അത് ഈ പടം കണ്ടു കഴിയുമ്പോഴത്തേക്കും ജനങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ബ്യൂട്ടിഫുൾ സബ്ജക്ട്, അതിന് വേറെ കാര്യം കൂടെ പറയാം. അതിന്റെ കൂടെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. ഞങ്ങൾ ഇപ്പം വലിയ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു ഇപ്പം നമ്മൾ മമ്മൂക്ക, മോഹൻലാൽ, ലാലേട്ടൻ, പൃഥ്വി, അങ്ങനത്തുള്ള ഒത്തിരി പേരൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇത് നമ്മൾ ഒരു കുഞ്ഞു പടമാണ്. പക്ഷേ അത് ഔട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ അതിൻ്റെ ആ കോൺസെപ്റ്റും എല്ലാം കൂടെ റെഡി ആക്കിയപ്പോഴത്തേക്കും കുഞ്ഞു പടം എല്ലാവരും ചെന്നിട്ട് ആദ്യം തന്തയും പെങ്ങളും അച്ഛനും ചേട്ടനും ചെന്ന് കാണണ്ട, കണ്ടിട്ട് റിസൾട്ട് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് പോകണ്ട, ധൈര്യമായിട്ട് ഫാമിലി ആയിട്ടും കൂടി ചെല്ലാവുന്ന ഒരു പടമാണ്. അത്യാവശ്യം ഹ്യൂമറിലാണ് പോണേ. എന്നാൽ ഒന്ന് ചിലപ്പം ഒന്ന് ചിന്തിച്ചാൽ കണ്ണു തന്നെയും. പിന്നെ അത് കൂടാതെ ഒരു ചിന്താഗതി, കുറച്ച് ചിന്തിക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. ആ ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അല്ല. മനസ്സിലായില്ലേ? അത് എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ നടക്കണേ? എന്താ ഇൻവെസ്റ്റിഗേഷൻ? ഒരു അന്വേഷണം എന്ന് പറഞ്ഞാൽ മതി. പോയി അതൊരു അന്വേഷണം നടക്കുക. അതങ്ങനെ പിന്നെ ഒരു പൊട്ടും തൊങ്ങലും ഒക്കെ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുഞ്ഞു പടമാണ്. എങ്ങനെയാണ് അപ്പൊ ബാക്കിയുള്ള ആൾക്കാരെ പറ്റിയിട്ടും ഇതിനകത്ത് ബാക്കി അഭിനയിച്ചിരിക്കുന്ന ബാക്കിയുള്ള ആൾക്കാരൊക്കെ പ്രൊഡ്യൂസറെ കൊണ്ട് പറയുക. അതിനകത്ത് സുനിൽ സുഗത, ഷിജി ഗുരുവായൂര്, സിനോജ് മലയാറ്റൂര്, സിനോജ് അങ്കമാലി, അതുപോലെ തന്നെ ശ്രീജിത്ത് രവി, മറിമായ ഉണ്ണി, പ്രിയങ്ക, ആദ്യത്തെ പ്രിയങ്ക, 2 പ്രിയങ്കമാരുണ്ട്. അപ്പൊ നമ്മുടെ പ്രിയങ്ക എന്ന് പറയുന്ന പ്രിയങ്ക, അനുശ്രീ മേനോന്, ശിവജി ഗുരുവായൂര്, അതല്ല തമാശ എന്താ അറിയോ, ഈ ഒരു ഇച്ചിരി നേരത്തെ സമയം കൊണ്ട് തന്നെ ജാഫ്രിക്കയുടെ എനർജി എന്ന് പറഞ്ഞ ഒരു രക്ഷ മാച്ച് ചെയ്യാൻ പറ്റില്ല. ജാഫ്രിക്ക പറയും ഇന്ന ആളോട് ചോദ്യം ചോദിച്ചോന്ന് പറയും, പക്ഷെ ചോദ്യം ചോദിച്ച് തീരുമ്പോഴേക്ക് ജാഫ്രിക്കനെ ഉത്തരം അത് വർഷങ്ങളായിട്ടുള്ള അല്ല. അതെ എനിക്കറിയാം. കാര്യം എന്ന് വെച്ചാൽ ജാഫ്രിക്കയുടെ അതേ എനർജി അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ മിഥുൻ ഞങ്ങളുടെ ഷോയില്, അതായത് ചോദ്യം ചോദിച്ചിട്ട് ഞാൻ പറയാൻ പോകുമ്പോഴേക്കും മിഥുൻ തന്നെ കയറി ഉത്തരം പറയും. അവിടെ വരുമ്പോണ്ടല്ലോ നിങ്ങൾ മത്സരമാണോ നിങ്ങൾ തമ്മിൽ? മിഥുൻ കേരളത്തിൽ വരുമല്ലോ. കേരളത്തിൽ വന്നിട്ടിപ്പം പല ഷോസാണ് ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിഥുൻ വന്നു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ആരിരുന്ന് കഴിഞ്ഞാലും ഞങ്ങളൊന്ന് കിടുങ്ങിയിരിക്കണേ. ഞങ്ങളൊന്ന് കിടുങ്ങും. പിടിച്ചിട്ടുണ്ടല്ലേ നമുക്ക്. മിഥുനത് കാണാൻ എല്ലാം വെച്ചേക്കൂല്ലേ. നമ്മളപ്പം തന്നെ പെട്ടെന്ന് വിളിച്ചു കൊടുത്തപ്പോ വണ്ണംകൊട്ടൊന്നും പറഞ്ഞില്ല പോണേ. മിഥുന് ഒന്നും ചെയ്യണം. മിഥുൻ അങ്ങ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ മിഥുൻ നിന്നോണ്ട് ഞാൻ മിഥുനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ ലോകത്തെ മലയാളികൾക്കെല്ലാം മിഥുനും അറിയാം. അപ്പൊ മിഥുൻ വന്നു കഴിയുമ്പോഴത്തേ നമുക്കൊന്ന് കിടുങ്ങുന്നേ. എന്തെങ്കിലുമൊക്കെ ചോദിച്ചു പറക്കി എല്ലാം ഒപ്പിച്ച് വരൂലേ. അവിടെ എത്താൻ പറ്റില്ല ഞങ്ങൾക്ക്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇപ്പൊ നമ്മളൊരു 41 മിമിക്രിക്കാരും ആയിട്ടുള്ള കോമഡി രാജാക്കന്മാരുമായിട്ട് ഒരു സംഭവം ചെയ്തു. അതിനകത്ത് ജാഫ്രിക്ക ഉണ്ടായിരുന്നു. അപ്പൊ ഈ മറ്റേ നമ്മുടെ മിമിക്രി ഗാനമേള നടത്തും, കച്ചേരി നടത്തുമ്പോ അപ്പം നമ്മുടെ പഴയ ജോർജ് ചേട്ടനാണ്, ഹരിശ്രീ ജോർജ് ചേട്ടനാണ് മൃദംഗം എന്നൊക്കെ പറഞ്ഞു. നമ്മളിതിനിടയിലെ ഒരു സൗണ്ട് കടം പാട്ട് പാടുന്നുണ്ട് ഒരു സ്ത്രീ, ഒരു സ്ത്രീ. അപ്പൊ ഇതിനിടയില് ഒരു സൗണ്ട് കേൾക്കുകയാണ്. നമ്മൾ നോക്കുമ്പോ ആ സൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും എന്ന് പറഞ്ഞുള്ള സൗണ്ട് മോഷറിംഗ് ഇല്ലേ, മോഷങ് എന്ന് പറയുന്ന കടിച്ചു പിടിച്ചിട്ട്. അപ്പൊ ഞാൻ പണ്ട് ഈ കച്ചേരി പാടുമായിരുന്നു. കച്ചേരി കലാപങ്ങളിലും അവിടെ ഇവിടെ ഒക്കെ കച്ചേരി പാടും. ബാക്കിയുള്ളവരൊക്കെയാണ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുന്നത്. അപ്പം പെട്ടെന്ന് ഒരു നല്ല കുറച്ചുകൂടെ എന്നെക്കാളും കുറച്ച് ഒരു ഈ സംഗീതമൊക്കെ അറിയാവുന്ന ഒരാളാണ്. അപ്പൊ ഈ കച്ചേരിക്കാരനെ ആളക്കിയിട്ട് ഞാൻ വേറെ പോസ്റ്റിലേക്ക് വന്നു. അപ്പൊ ഞാൻ എന്തോ കെട്ടി എന്നുള്ള ബെല്ലും ഒക്കെ അടിച്ച് ഇതൊക്കെ കേൾപ്പിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ നോക്കി ചുമ്മാ ഒരു ദിവസം കാണിച്ചപ്പോ വന്നു ഈ സാധനം. അത് തന്നെയല്ല ഞാൻ മറ്റേ പലരും വേറെ പിള്ളേരൊക്കെ കാണിക്കുന്ന കേട്ടിട്ടുണ്ട്. ഇത് ഞാനങ്ങ് എടുത്ത് ഇട്ടിട്ട് ഇത് വായിച്ചോണ്ട് അപ്പൊ അന്ന് ആരും ഇത് മൈൻഡ് ചെയ്തില്ല. ഏത് ആരാ കേൾപ്പിക്കുന്നത് ആരെ ഇത്തവണ ഇവര് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചിട്ട് നാദൃശയൊക്കെ കേട്ടിട്ടില്ല. എടാ നീ ഇതെന്തായിരുന്നു നീ വായിക്കണം, ഞങ്ങൾ കേട്ടിട്ടില്ല. ഞാൻ വായിക്കണ്ടായിരുന്നേക്കാ നിങ്ങളുടെ കടവും നിങ്ങളുടെ കൊടവും നിങ്ങളുടെ മൃദംഗവും എല്ലാം വായിച്ചോണ്ടിരിക്കുന്ന സമയത്ത്
അത് ആ സാധനം. അതൊന്നും കേൾക്കണം. അത് ഇപ്പൊ ചിലപ്പം കുഴപ്പമില്ല. ശ്രുതിയായിട്ട് ഇങ്ങനെ പോകും. വാതാപി ഗണപതിം പജേകം വാതാപി, ഇത് വായിക്കില്ലേ? അപ്പം അതിനകത്ത് പറഞ്ഞ് ജോർജേട്ടൻ വായിക്കും. അപ്പം ഇങ്ങനെ ടെക്കി 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 കടം വായിക്കും. അപ്പൊ ഇവിടുന്ന് അല്ല ഇത് കലിയാവർത്തനം കളിക്കുക അവിടെ. ആലോചിച്ചോളെ ആ സാധനം ഇതിനിടയ്ക്ക് പോവും, മൃദംഗം പോവും, ഇതും പോവും, അതും പോണ കൂടുതല്. പാടാൻ വന്ന കുട്ടിയെ അവിടെ നിർത്തി കഴിഞ്ഞപ്പോ ഇവിടെ മറ്റേ മത്സരം തുടങ്ങിയാണ്. അവരെന്താ ചെയ്യേണ്ടതാ? ഇപ്പൊ ഇവിടെ ഞങ്ങള് ഭയങ്കര മത്സരം ഗംഭീരമായിട്ടുണ്ട്. ഗംഭീരം. അത് ഇന്ന് വരികയാണ്. ഇന്ന് ടിവിയിലുണ്ട്. ഇന്ന് സീ കേരളത്തില് ഓണം ഇതായിട്ട് അവിട്ടം ദിന പരിപാടിയാണ്. അപ്പൊ ഇന്ന് ഓഡിയൻസ് അത് കാണട്ടെ. ശരി. അപ്പൊ നമ്മുടെ ഈ സിനിമയിലേക്ക് തിരിച്ചു വരാൻ നേരത്തെ, ഇപ്പൊ സിനിമയിൽ ഇപ്പൊ ഇത്രയും ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ കൂടിയും കുട്ടന്റെ ഷിനിഗാമി എന്ന് പറയാൻ നേരത്ത് കുട്ടൻ എവിടെയുണ്ടോ ഷിനിഗാമി അവിടെ ഉണ്ടാകും എന്നാണ് ഞാൻ ട്രെയിലറിന് മനസ്സിലാക്കിയത്. കാര്യം ഒരു സീനിൽ പോലും ഞാൻ നിങ്ങളെ പിരിഞ്ഞ് ഞാൻ കണ്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം ഇത്രയും നേരം ഒരുമിച്ച് എൻറ്റയർ മൂവിയുടെ ഷൂട്ടിങ് ഇന്ദ്രൻ സേട്ടനും ജാഫ്രിക്കയും കൂടിയുള്ള കോമ്പിനേഷൻ സീൻസ് ഒരുപാട് വന്നിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പം ഒരു സീൻ ഒരു പക്ഷേ നമ്മൾ കാണാനിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു പക്ഷേ ജാഫ്രിക്ക ഈ ഒരു സ്ഥലം നിങ്ങൾ മിസ് ചെയ്തു പോരാ, അതായത് ഈ ഒരു സീൻ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാണണം, അങ്ങനെ ഒരു സീൻ എന്തായിരിക്കും പറയാനുണ്ടാവുക ഞങ്ങളുടെ മൊത്തത്തിൽ? അതിനകത്ത് ഇദ്ദേഹം ആരാന്ന് ഞാൻ നിങ്ങൾ ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുള്ളി ഒരു മതിലയിലിരിക്കുന്നു, ഞാൻ അവിടെ നിൽക്കുക. ആ മതിലയിൽ നിന്ന് പുള്ളി പറഞ്ഞു ഞാൻ ഷിനിഗാമി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ശിവഗാമി അല്ല, ഞാൻ ഷിനിഗാമി എന്ന് പറയുമ്പോൾ ശിവഗാമിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ശിവഗാമിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അതായത് ഈ കോട്ട് സൂട്ട് ആ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മള് കാലനെ കണ്ടേക്കുന്നത് എങ്ങനെ പോത്തിന്റെ പുറത്തും അങ്ങനെയൊക്കെയല്ലേ നമ്മള് കണ്ടു പോത്ത് ഇങ്ങനെ ഒരു ഇതൊക്കെ പിടിച്ചോ. പക്ഷെ അതിന് റീസൺ പറയുന്നുണ്ട് ഇങ്ങനെ കോട്ട് അത് സിനിമ കാണുമ്പോഴേ പറയാൻ പറ്റും ആ ഒരു സാധനം. പക്ഷെ വേറെ കാര്യം അങ്ങനെ എനിക്ക് എടുത്തു പറയാൻ പറ്റിയ സീനില്ല. അതെന്നുവെച്ചാൽ എല്ലാ സീനും ഞാനും ഇന്ദ്രസേട്ടനും ഉള്ളത് അങ്ങനെയാ പോണേ അതിന്റെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഇതിനെ നമ്മളിപ്പം ചിരിച്ചു കളിച്ച് ജീവിച്ചു പോകുന്ന ആൾക്കാർ അതല്ലേ ഏറ്റവും നല്ലേ. നമുക്കൊരു ദുഃഖവും കാര്യങ്ങളൊന്നും കൊണ്ടുവന്ന് നടക്കണ്ട. ആരും മറ്റുള്ളവരുടെ ദുഃഖം നമ്മൾ മാറ്റി സന്തോഷിപ്പിക്കാനാണ് നോക്കണ്ടേ. പക്ഷെ ഒരാളങ്ങ് മരണപ്പെട്ടു. ഈ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളങ്ങ് മരിച്ചു പോയില്ലേ. ഈ വീടിന്റെ പരിസരത്തുള്ളവരും നാട്ടുകാരും സ്വന്തക്കാരും ബന്ധക്കാരും അകലെയുള്ളവരെല്ലാം വന്നിട്ട് പിന്നെ ഈ പുള്ളിനെ 10-12 മണിക്കൂർ കൊണ്ട് അടക്കുക, ഖബറടക്കം ചെയ്യാനുള്ളൊരു പരിപാടി അവിടെ നടക്കും. ആ ഖബറടക്കം നടക്കുന്ന ഒരു 12 മണിക്കൂർ കൊണ്ട് ഇത് നടക്കും. പക്ഷെ എനിക്ക് ഈ ആത്മാവ്, അതായത് ഈ മരിച്ചില്ലേ, ഈ മരിച്ച ആള് കാണുവാണ് അവിടെ നടക്കുന്നതെല്ലാം, ഈ ചടങ്ങുകളെല്ലാം. അതെ, ഇതെല്ലാം കാണുന്നുണ്ട്. സ്വന്തം കൂട്ടുകാർ, ഇയാളെ കൂട്ടുകാരായിട്ട് വിളിച്ചിട്ടുണ്ട്. അതായത് ഒരു കൊള്ളി വെക്കുന്ന എടുത്ത് നിൽക്കുന്നുണ്ട്. ഒരു വല്ലായ്മേ കൊള്ളി എടുത്ത് വെക്കുമ്പോൾ ഒരാളോന്ന് ചോദിക്കുന്നുണ്ട്, ഇത് മറ്റേ ഇതൊരു തടിയുടെ പേരുണ്ട്, ഇത് അല്ല ഇത് മറ്റേ മാവല്ല, ഇത് മാവല്ല, ഇത് മറ്റേ ഏതോ ഒരു തടിയുടെ പേരുണ്ട്. അപ്പം ഏറ്റവും അടുത്ത സുഹൃത്ത് മന്ത്രിയൊന്നുമല്ല മരിച്ചേ, ഉള്ള തടി വെച്ചാൽ കത്തിക്കാം. ഇങ്ങനെ കുറെ സാധനങ്ങള് ഈ 12 മണിക്കൂർ കൊണ്ട് കാണുമ്പോൾ ഇയാളുണ്ട് ഏതാണ്ട് 11-മുക്കാൽ മണിക്കൂറായി. ആ സമയത്ത് ഈ പുള്ളിയുടെ ഒരു ടെൻഷൻ വരും, പോണ്ടേ. ആ സമയത്ത് കാലന്റെ ഒരു വർത്താനം ഇതൊക്കെ പറഞ്ഞു നിർത്താം. ഇത് പറഞ്ഞു അപ്പൊ ആ പുള്ളി അദ്ദേഹം ഇങ്ങനെ പറയും, കുട്ടാ അത് എന്താ ഇതൊക്കെ ടെൻഷൻ. എൻ്റെ അളിയനില്ലേ ഷാർജയിലുള്ള ഗൾഫിലുള്ള എന്ന്, അവനെങ്ങാണ്ട് ഫ്ലൈറ്റ് മിസ്സായിട്ട് ഒരു 2-3 മണിക്കൂർ വൈകുന്നാ പറഞ്ഞ്. അത്രയും സമയം കൂടെ നമുക്കിതിന് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ കിട്ടണേ ആ സമയം? അതുവരെ കിടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി സസ്പെൻസ് കിടക്കട്ടെ. അതെ, പക്ഷേ ഇതിനകത്ത് ഒരു പാട്ടും കൂടി പാടിയിട്ടുണ്ട്. പാടണം. ആ പാട്ടിന്റെ ഒരു 2 വരി. 2 വരിയായിട്ട് പാടാൻ പറ്റില്ല പാട്ട്. അപ്പൊ എന്താ ഒരു 4 വരി? 4 വരിയായിട്ട് പാടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു കാര്യം ചെയ്യാം, അത് നമ്മുടെ ആ മൂഡ് പോലെ അങ്ങോട്ട് നിങ്ങളങ്ങ് ഓക്കെ ആക്കി താനാനേ താനാനേ തന്നാനേ
താനാനാനേ താനാനാനേ തന്നാനേ ടങ്കട കുട്ടൻ കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കൂട്ടുകാരല്ലേ, കൂട്ടും കൂടി പാട്ടും പാടി നടന്നോരല്ലേ, കാട്ടുനെല്ലി തിന്നിട്ട് വെള്ളം കുടിച്ചോരല്ലേ, കാട്ടുമാവിൻ കൊമ്പിൽ തൂങ്ങി മറിഞ്ഞോരല്ലേ, എന്തോരം ഇവിടെന്നേ എന്തോരം തെറ്റിപ്പിരിഞ്ഞാലും കൂട്ടുകൂടില്ലെന്നു വാശി പിടിച്ചാലും പിറ്റേന്ന് നേരം വെളുക്കുമ്പോ കാണാതിരിക്കാന് പറ്റാത്തോരല്ലേ നിങ്ങള് ബാക്കിയുള്ള പാട്ടം കൂടെ തിയേറ്ററുകളിൽ ഈ വരുന്ന 20-ാം തീയതി തൊട്ട് റിലീസാണ്. നമ്മുടെ പ്രീ ബുക്കിംഗ് തുടങ്ങി അല്ലേ? അതെ, ഇന്ന് ഈവനിങ് മുതൽ പ്രീ ബുക്കിംഗ് തുടങ്ങുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് വേണേൽ നേരത്തെ ബുക്ക് ചെയ്യാം. അപ്പൊ വീണ്ടും അടുത്തൊരു പ്രൊഡക്ഷൻ വെഞ്ചർ, അത് ഗംഭീരമായിട്ട് അല്ലേ, അങ്ങനെ ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇദ്ദേഹം 5ാമത്തെ പടം ചെയ്യണം. അതിനകത്തൊരു ഒരു പടത്തിലേ ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാ പടത്തിലും ഞാൻ ഉണ്ട്. ഒരു പടത്തിൽ ഞാനുണ്ട്, ഇദ്ദേഹം ഉണ്ട്. 3-ാം നാൾ മണി അവസാനം അഭിനയിച്ച പടമല്ലേ, മണിയുടെ അവസാനം ഇറങ്ങിയ പടം, മരണശേഷം ഇറങ്ങിയ പടം വേറെയാണ്. പക്ഷെ അവസാന ഷൂട്ട് കിടന്ന പടം ഇദ്ദേഹമാണ് വില്ലൻ, അദ്ദേഹമാണ് നായകൻ. അതായത് ഇദ്ദേഹമുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൊരു പടമുണ്ട്. അങ്ങനെ ഒരു വലിയ ബഡ്ജറ്റിൽ പോകുന്നൊരു സംഭവം അല്ല നമ്മള്. പിന്നെ മണിയൊക്കെ സഹകരിച്ച് ഞങ്ങളങ്ങനെ പോയി ഇപ്പൊ ഈ കുട്ടൻ്റെ ഷിനിഗാമി വരെ എത്തി. അപ്പൊ ഇനിയുള്ളൊരു പ്രൊജക്റ്റ് നമ്മൾ അനൗൺസ് ചെയ്തു, ഏതാണ്ട് അനൗൺസ് ചെയ്തു. നമ്മളിപ്പം ഇതിന്റെ ചാനലിൽ കൂടെ വേറൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു വെച്ചപ്പോൾ ഇവിടെ ഒരു ചാനലിനോട് പറയുന്നത്, നമ്മുടെ ഈ പടം കുറച്ചുകൂടെ ആർട്ടിസ്റ്റുകളൊക്കെ കയറ്റി. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻ ചേട്ടൻ, ഞാൻ, പിന്നെ അവരാകില്ല, ചന്ദന, മറ്റവരെന്നൊക്കെ പറഞ്ഞു. നമ്മള് കുറച്ച് ആർട്ടിസ്റ്റിനെ ഇപ്പൊ പറയുന്നില്ല. അപ്പൊ ആ പടത്തിന്റെ പേര് ഇച്ചിരി ഹെവിയാ. നമ്മൾ പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമിതാഭ് ബച്ചൻ, മമ്മൂക്ക, കമലഹാസനൊക്കെ ഇടുന്ന പേരാ. ആ സാധനം നമ്മൾ അടിക്കാനുള്ള പരിപാടിയാ. ഡിസംബർ ജനുവരിയിൽ തുടങ്ങും. അമോസ് അലക്സാണ്ടർ. അത് ഇച്ചിരി ഡാർക്കാ പടം, റൂട്ടാണ്. 3 പേര് മെയിൻ ചെയ്യുന്നു, ഒരു ലേഡി, ഒരു കുട്ടി, ഞാൻ, പിന്നെ ഒരു നായകൻ. അത് നമ്മുടെ അവിടുത്തെ ഒരു ശരി. അപ്പൊ പ്രധാന നായകൻ തന്നെ ആയിരിക്കും അഭിനയിക്കുന്നത്. ഗംഭീരാവട്ടെ. ഈ പറഞ്ഞ പോലെ 6ാമത്തെ സിനിമ 5 അല്ലേ? ഇത് 6ാമത്തെ. 5ഉം 6ഉം സൂപ്പർ ഹിറ്റ് ആവട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ജാഫ്രക്ക് ഒരുപാട് സന്തോഷം. നമ്മൾ ആ ഒറിജിനൽ പാട്ടിലോട്ട് കിടക്കാൻ പോകണം. ആദ്യമേ ബിഗ് താങ്ക്സ് നമുക്ക് വേണ്ടിട്ട് സമയം മാറ്റി വെച്ച് ഇവിടെ വന്നതിന്. അതാണ് ആദ്യം പറയേണ്ടത്. അപ്പം ഇതിനും കുടുംബത്തിനും കുഞ്ഞിനും ഞാൻ വന്നിട്ടുള്ള അവിടെ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഞാൻ പറഞ്ഞു മോനെന്നെ ഇവിടെ, ഞാനിവിടെ അപ്പം എന്തായാലും രണ്ടുപേർക്കും കുടുംബങ്ങൾക്ക് ഓണാശംസ. കുടുംബത്തിൽ എല്ലാവർക്കും നമ്മളെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും കേട്ടിരിക്കുന്നവർക്കും പിന്നെ കാണുന്നവരുണ്ടാവുമല്ലോ, എങ്ങനെയെങ്കിലും ഒക്കെ കാണുന്നവർക്കും കേൾക്കുന്നവരും ഒക്കെ ഞങ്ങളുടെ 3 പേരുടെയും ഈ ഇന്നലെ ഓണം അല്ല ഓണം, ഇന്ന് നബിദിനമൊക്കെയാണ്. ഇനി വേറെ ഏതോ ആഘോഷങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനും എല്ലാത്തിനും കുട്ടന്റെ ഷിനിഗാമി വക താങ്ക് യു. നമ്മള് ജാഫ്രിക്ക പാടിയ ആ ഒരു പാട്ട് ഒന്ന് കേൾക്കാനായിട്ട് പോവാണ് കേട്ടോ. ശരി, അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് എൻറ്റയർ ടീമിന് കേട്ടോ.